എല്ലാവർക്കും നമസ്കാരം. സിലബസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ടറ്റിന് ഒരു റിവ്യൂ അല്ലെങ്കിൽ അനാലിസിസ് പോലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടറ്റ് എഴുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും നമ്മൾ സെറ്റിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അനാലിസിസ് പോലെയാണ് ചെയ്യുന്നത്. ഒരു സിനിമ റിവ്യൂ പോലെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നുള്ളത് ഒന്ന് ബേസ് ചെയ്യുകയാണ്. കാരണം അടുത്ത ഒരു 3-4 മാസം കൊണ്ട് തന്നെ അടുത്ത സെറ്റ് വരും. ഇതിങ്ങനെ എന്താ പറയുക, പുഴ ഒഴുകുന്നത് പോലെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മളൊന്ന് പറയാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ പേപ്പർ 1 പോയി കഴിഞ്ഞാൽ, കാരണം പേപ്പർ 2 എല്ലാവർക്കും വ്യത്യാസമായിരിക്കും, പേപ്പർ 1 ആയിരിക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പേപ്പർ 1 പോയി കഴിഞ്ഞാൽ സെറ്റിൻ്റെ ഒരു സിലബസ് നമുക്കറിയാം, എത്രയും വാസ്റ്റാണെന്നറിയാം. ആക്ച്വലി നെറ്റിനോട് ജസ്റ്റ് തൊട്ട് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സെറ്റിൻ്റെ ഒരു സിലബസ് നിൽക്കുന്നത്. ആക്ച്വലി എഴുതിയ പരിചയത്തിൽ, പാസ്സായ പരിചയത്തിൽ ഞാൻ പറയാം, ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നെറ്റാണ് കുറച്ചും കൂടെ പാസ്സാവാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സെറ്റ് ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ, ജനറൽ പേപ്പർ നോക്കുമ്പോൾ അതിലെന്തൊക്കെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ടോ, നമ്മൾ കേട്ടറ്റിൽ പറഞ്ഞ അതേ ഒരു വിഷയമാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം. എന്തൊക്കെ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടോ, എല്ലാത്തിൽ നിന്നും ഓരോ ചോദ്യം ഇടുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. ഒരു ചോദ്യത്തിൻ്റെ ഒരു ബേസിലുള്ള കാര്യങ്ങൾ പോലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. കാരണം നമ്മൾ ഏകദേശം നമുക്കറിയാം ഇതിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ വന്നേക്കാം, ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ടോപ്പിക്കിന് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എല്ലാം പൊളിച്ച് കളയുന്ന രീതിയിലാണ് ഈ ഒരു പേപ്പർ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എത്രത്തോളം ശരിയാണെന്നുള്ളത് എഴുതുന്ന ആളുടെ ഒരു ഇത് വെച്ചും കൂടി ഇരിക്കും. പക്ഷേ നിങ്ങൾ നോക്കൂ, നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാത്തിൽ നിന്നും ഓരോ സെഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ICT ആണെങ്കിൽ ICT നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, നമ്മൾ അതേ പറഞ്ഞ ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. HTTP നിങ്ങൾക്ക് കയറി നോക്കി അറിയാം. വാന് ലോക്കൽ നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് കൊണ്ട് പുകഴ്ത്തി പറയല്ല, നമ്മൾ ചെയ്ത ഓരോ ടോപ്പിക്കിൽ നിന്നും, ഞാൻ ചെയ്യാത്ത ടോപ്പിക്കിൽ നിന്ന് പോലും ചോദ്യം വന്നിട്ടുണ്ട്. കാരണം അവർ പറയുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ചോദ്യം 2 ചോദ്യം വീതം വന്നിട്ടുണ്ട്. ആ സിലബസ് എത്ര വാസ്റ്റാണോ അത്രയും വാസ്റ്റ് ആയിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ ജനറൽ പേപ്പർ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആർട്ട് കൾച്ചറിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു, അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ICT വന്നു, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വന്നു. ഇതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് എത്ര ചോദ്യം വരാം, എല്ലാത്തിൽ നിന്നും ചോദ്യം വന്നു. ഏതൊക്കെ ടോപ്പിക്ക് അവർ പറഞ്ഞിട്ടുണ്ടോ എല്ലാ ടോപ്പിക്കിൽ നിന്നും. GI ടാഗ് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോഗ്രഫി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നോർത്ത് പ്ലെയിൻസിനെ കുറിച്ചായിരുന്നു ചോദിക്കാത്ത ചോദ്യങ്ങളില്ല. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ കമ്മീഷൻ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ MEP, യൂണിവേഴ്സിറ്റി, അതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കേരള ആക്റ്റുകൾ, കേരള ഗവൺമെൻറ്റിൻ്റെ ആക്റ്റുകൾ, അതുപോലെ കേരള ഡിജിറ്റൽ ലിറ്ററസിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ലിറ്ററേച്ചർ, ആർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൽ നിന്നും 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. എത്രത്തോളം വാസ്റ്റ് ആണോ സിലബസ്, അത്രത്തോളം വാസ്റ്റായിട്ട് ഈ ഒരു പേപ്പർ മാറി നമുക്ക് കാണാൻ പറ്റും. അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും പ്രാപ്തരായിട്ടുള്ള എബിലിറ്റി ഉള്ള ടീച്ചേഴ്സിനെയാണ് ഇനി അവരെടുക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു നോഷനാണ് അവർ തരുന്നത്. കാരണം അത്രയും അധികം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ, ഏറ്റവും ഗുഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണത്. കാരണം അതിൽ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത്, പേപ്പർ 2 കണ്ടപ്പോഴാണ് പേപ്പർ 1 താരതമ്യം ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 ചിലപ്പോൾ അദ്ദേഹത്തിന് ഈസി ആയിരിക്കാം, 1 ആയിരിക്കാം ബുദ്ധിമുട്ടുള്ളത്. അത് ചിലരുടെ ഒരു കൊഗ്നിറ്റീവ് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എനിക്കൊക്കെ ആക്ച്വലി പാസ്സാവുമ്പോൾ പോലും പേപ്പർ 1 ആയിരുന്നു ബുദ്ധിമുട്ട്. 2 സബ്ജക്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന, നമ്മളെന്നും തൊട്ട് നിൽക്കുന്നതായിരിക്കും. പേപ്പർ 1 കുറിച്ച് അതുകൊണ്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അടുത്തത് പെയിൻറ്റിങ്, ആർട്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തത്. അതിൽ നിന്ന് എല്ലാം നമ്മൾ പറഞ്ഞ ചോദ്യം വന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ടോപ്പിക്കുകൾ എല്ലാം ഇവിടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഒന്നും വിടുന്നില്ല. എല്ലാ ഏരിയയിലും നിങ്ങളുടെ നോളജ് എത്തുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പാകത്തിനാണുള്ളത്. ഇനി ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ചോദിച്ചിട്ടുണ്ട്. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, എന്തൊക്കെ അവർ പറയുന്നുണ്ടോ, ഗ്രാമർ, അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ കുറേ വന്നിട്ടുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു, ടെൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മോഡറേറ്റ് ലെവലിന് മുകളിലുള്ള ഒരു പേപ്പർ 1 പരീക്ഷയായിട്ട് നമുക്കിത് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ റിനൈസൻസ് ചോദിച്ചിട്ടുണ്ട്, മാത്സിലെ നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ആക്റ്റുകൾ, RTE ആക്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട്
ഇപ്പോൾ യുനെസ്കോൻ്റെ ഘടകങ്ങൾ, അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ടോപ്പിക്കാണ് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിക്സ് പോലെയുള്ള ചില ഓർഗനൈസേഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അറിവ് എവിടേക്ക് എത്തുന്നുണ്ടോ? നമ്മളുടെ ഒരു 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 നോളജ് ലെവൽ, GK ലെവൽ കൂടുതലായിട്ടുള്ള പേപ്പറാണ് നമുക്ക് ഈ പേപ്പർ 1 കാണാൻ പറ്റുക. അതുപോലെ ഗവൺമെൻറ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ മനു ഭാക്കർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഒളിമ്പ്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇതിൽ 2 പ്രധാനപ്പെട്ടത്, അതുപോലെ ഡിസീസസ്, വൈറസസ്, പ്ലാന്റ്സ്, നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ലെവൽ എന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുകളിലേക്ക് ഒരു ഹയർ ഓർഡർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡീപ്പർ നോളജിന് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ചോദ്യപേപ്പറായിട്ട് നമുക്കിത് കാണാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ കാണാനുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം എത്രത്തോളം വാസ്റ്റാണോ ആ സിലബസ്, അത്രത്തോളം വാസ്റ്റായിട്ടാണ് ആ പേപ്പർ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. സ്റ്റേറ്റ്മെൻറ്റുകൾ തന്ന് നമ്മളൊരു PSC പരീക്ഷ ഇപ്പോഴത്തെ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, ആ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. അതായത് നമ്മൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും അതിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുന്നുണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറയാനും തുടങ്ങും. അങ്ങനെയാണല്ലോ ഇപ്പോൾ PSCൻ്റെ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കാണാൻ പറ്റും? ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളെ ഒന്ന് തെറ്റിക്കാൻ പാകത്തിനുള്ള ഏകദേശം ഒരേപോലെ വരുന്ന കുറേ ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. അതിൻ്റെ എണ്ണമൊന്നും സെറ്റിലധികം നമ്മൾ കണ്ടു പരിചയിച്ചിട്ടില്ല. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ എണ്ണവും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. 3, 4, 5 വരെ വന്നിട്ടുണ്ട് ഏകദേശം ആ പേപ്പറിൽ. 3 എണ്ണത്തിന് മുകളിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിൻ്റെ 2 എണ്ണത്തിൻ്റെയും എണ്ണം കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആക്റ്റുകൾ എല്ലാം എന്താ പറയുക, ഒരു പൊളിച്ചെഴുത്ത് അവർ തന്നെ മുന്നിലേക്ക് വെച്ചതായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ, പക്ഷേ സൈക്കോളജി ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുള്ള. ലേണിംഗ് തിയറി ആയാലും ആൾക്കാരായാലും ZPD പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിയറിസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാച്ചുറലിസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സിസ്റ്റൻഷ്യലിസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ നമുക്കറിയുന്ന തരം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ഫിലോസഫിക്കൽ ലെവലിൽ നിന്നോ സൈക്കോളജിക്കൽ ലെവലിൽ നിന്നോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ബാക്കിയുള്ളതിൽ നിന്ന്, ഇപ്പോൾ ലിറ്ററേച്ചറും ആർട്ടും അതുപോലെ തന്നെ ജോഗ്രഫി എല്ലാം ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. അതിന് ശേഷമുള്ള നമ്മളുടെ ഒരു അറിവിന്, അല്ലെങ്കിൽ കറണ്ട് അഫെയറിന്, നമ്മളുടെ പരിസരവുമായിട്ട് നമ്മൾ എത്രത്തോളം പേപ്പർ വായിക്കുന്നുണ്ട്, മൊബൈൽ, നമ്മളുടെ കയ്യിൽ എപ്പോഴും മൊബൈലുണ്ട്, പക്ഷേ നമ്മളൊരിക്കലും നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യത്തിന് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള വീഡിയോസ് അധികം കാണാറില്ല. ഒരാളുടെ പ്രസംഗം കേൾക്കാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലത്. ഞാനൊക്കെ ഇപ്പോൾ അതാണ് കൂടുതൽ ചെയ്യുന്നത്. പ്രസംഗങ്ങൾ കേൾക്കുക, ടോക്കുകൾ കേൾക്കുക. കുറേ ആൾക്കാരുടെ ടോക്ക് ഇഷ്ടം പോലെ നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു ടോപ്പിക്കായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്മളുടെ യൂട്യൂബ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹിസ്റ്ററി, അല്ലെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൽ വരുന്ന ലിസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ടിരുന്ന് പേപ്പർ വായിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഓരോ ടിപ്പാണ് പറയുന്നത് കേട്ടോ. എന്നും ഇരുന്ന് പേപ്പർ വായിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലെങ്കിൽ എന്നും ഇരുന്ന് ന്യൂസ് ചാനൽ കാണണം, ഒരു 5 വർഷം മുൻപത്തെ 10 വർഷം മുൻപത്തെ പോലെ ന്യൂസ് ചാനലൊന്നും വൈകുന്നേരം ഇരുന്ന് കാണണമെന്നും നിർബന്ധമില്ല. എല്ലാം മൊബൈലിലുണ്ട്. അതിലെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്ന് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. ഒരു BBC-യോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട TNI-യുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളത്തിലെ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്നതോ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഓടുന്നതോ എപ്പോഴെങ്കിലും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ന്യൂസ് നമുക്ക് എന്നും കാണാൻ പറ്റും. അപ്പം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട, അതാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം. എന്തുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക, ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് ഇത്രയും ഇടപഴകുന്നതിൽ വരുന്നത് അല്ലെങ്കിൽ അറിയുന്നത്, നമ്മളതെന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ്. നമ്മൾ ന്യൂസ് കാണുന്നതൊന്ന് എണ്ണം കൂട്ടിയാൽ മതി. ഒരു 5-8 ന്യൂസൊക്കെ, ഇപ്പോഴത്തെ ന്യൂസുകളുടെ ഒരു ലെവലും അങ്ങനെയാണ്. ഒരു ന്യൂസിനെ അവർ 2, 3, 4 മിനിറ്റിൽ ഫുള്ള് കൺസൈസ് ആക്കി വെക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളെല്ലാം ന്യൂസിൽ നിന്ന് അറിയാൻ പറ്റും. ഈ കറണ്ട് അഫെയർ കാണുമ്പോൾ നമ്മൾ പേടിക്കാനുള്ളൊരു കാരണം അതാണ്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ യൂട്യൂബ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ, അതിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാവാൻ സാധ്യതയുണ്ട്. കാരണം അത് മാത്രമാണ് നമുക്ക് വരുന്നത്. ബാക്കിയെല്ലാം ചോദിക്കുന്നത് നമ്മളുടെ നോളജ് ലെവലിൽ നിന്ന് കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുണ്ട്, ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട് എന്നെങ്കിൽ പോലും നമ്മൾ ഈ കുറച്ച് ഒരു പരിഭ്രാന്തരാവുന്ന, ഒരു ടെൻസ്ഡ് ആവുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഈ ഒരു കറണ്ട് അഫെയർ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ച് ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. വായിക്കാൻ തുടങ്ങുക. നമ്മൾ തന്നെ പറയാറില്ലേ, കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നവരാണെന്ന്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ
വർക്കിംഗ് കപ്പാസിറ്റി നമ്മൾ കുറച്ചും കൂടെ കൂട്ടേണ്ടി വരും. നമ്മൾ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ തലേ ദിവസം ഇരുന്നിട്ടുള്ള റാപ്പിഡ് റിവിഷൻ ഓക്കെയാണ്. പഠനത്തിനുപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ വിദ്യകൾ MCQ കാണൽ, അതിനുപരിയായിട്ടുള്ളൊരു ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ തിങ്കിങ് ഓർഡർ അവരെന്തായാലും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവർ ആഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു മേഖലയിൽ നിന്ന് ഒറ്റ ചോദ്യം മതിയായിരിക്കും. ഇപ്പോൾ ആർട്ടിക്കിളിലെ 2 ചോദ്യം 3 ചോദ്യമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഒരു ചോദ്യം നമുക്ക് എന്തായാലും അറിയും ആർട്ടിക്കിൾ 21 എന്തിനാണെന്നുള്ളത്. പക്ഷെ ബാക്കി 2 നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ തരത്തിലുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ഡീപ്പറായിട്ട് പഠിക്കാൻ, കാരണം കുറേ ആർട്ടിക്കിൾ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൺഫ്യൂഷനിലേക്ക് ഇനി നമ്മൾ എത്തേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാറ്റേൺ നിങ്ങൾ തന്നെ ഒന്ന് റെഡിമെയ്ഡ്, എന്താ പറയുക, ടൈലർ മെയ്ഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു വെക്കുക. കാരണം നമ്മളുടെ മുമ്പിൽ ഈ പരീക്ഷകൾ പാസ്സാവാനുള്ളതാണ്. അവരെന്തായാലും എന്താ പറയുക, പരീക്ഷകൾ പാസ്സാവാൻ തന്നെയാണ് അവരിടുന്നതും. ഇത്ര മാർക്ക് അതിൽ കൃത്യമായി കിട്ടും എന്നുള്ള ബ്ലൂ പ്രിൻ്റ് വെച്ച് തന്നെയാണ് അവരും പരീക്ഷകൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പരിശ്രമം മാത്രമേ അതിന് തടസ്സമാവുന്നുണ്ടെങ്കിൽ ആവുന്നുള്ളൂ. ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹത്തോടു കൂടെ അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. നമ്മളുണ്ടാവും കൂടെ. റൈറ്റ്, നമ്മളൊരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദി. അത് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. കാരണം ഞങ്ങളുടെ ടീച്ചേഴ്സും വളരെയധികം എൻകറേജ്ഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. പതിയെ അടുത്ത വീഡിയോകളിലേക്ക് നമുക്ക് ഇനിയും കാണാനുള്ള വഴികളുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തത് കാണുന്നവരെ ബൈ ആൻഡ് സി യു. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു.